മഞ്ചാടി മക്കളെവിടെ? അവരപ്പുറത്തെ മുറിയിൽ കളിക്കുന്നുണ്ട് ചേച്ചി. അതെ, ഞാൻ അവർക്ക് പാലെടുത്ത് വെച്ചായിരുന്നു. ഞാൻ അവർക്ക് കൊടുത്തിട്ട് വരാവേ. ചേച്ചി, രഘുവേട്ടൻ വന്നിട്ട് ഇങ്ങോട്ടൊന്ന് കേറിയത് പോലുമില്ലല്ലോ. അവരെല്ലാരും ഉമ്മറത്തിരിക്കല്ലേ ചേരൂ. ഇനിയിപ്പോ വിനയനും വീട്ടുകാരും വന്ന ശേഷം ഒന്നിച്ചിങ്ങോട്ട് കേറാന്ന് വിചാരിച്ചു കാണും. അതെ മോളെ, രഘു എന്തായാലും പഞ്ചരത്നത്തിൽ എത്തിയല്ലോ. ബാക്കിയൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. ചേച്ചി, അച്ഛൻ ക്ഷണിച്ച എല്ലാരും ഒന്നും എത്തിയില്ലല്ലേ? ഉണ്ണിക്കുട്ടിന് പനിയായതുകൊണ്ട് അവിടുന്ന് രാമനാഥനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ദയയും ശബരിയൊന്നും സ്ഥലത്തില്ലല്ലോ. പിന്നെ സച്ചി സാറിന്റെ ഫാമിലിപ്പെട്ട ആരോ പെട്ടെന്ന് മരിച്ചു. അതുകൊണ്ട് അവിടുന്ന് ആരും ഉണ്ടാവില്ല. സത്യനും ശ്യാമും സോനയൊക്കെ വരുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. അല്ല, അവരെ സുശീല വിലക്കി കാണും അല്ലേ മോളെ? ഇതാ മഞ്ചാടി. ഏയ്, അതൊന്നും അല്ല ഭാനുമേ. സത്യനും ശ്യാമനും ഒഴിവാക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അവിടെ. പിന്നെ വീടടച്ചിട്ടിട്ട് വരാനൊന്നും പറ്റില്ലല്ലോ. ഇന്ദ്രേട്ടന്റെ അമ്മയെ വാച്ച് ചെയ്യാൻ അവിടെ ആരെങ്കിലും വേണ്ടേ? പിന്നെ മക്കളെ തോൽപ്പിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നൊക്കെ എപ്പോഴത്തെ ഭീഷണി. അവൾ അങ്ങനെ പലതും പറയും. നരകിച്ചു മരിക്കേണ്ടി വന്നാലും അവൾ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. ഇവിടെ വലിയ ആഘോഷങ്ങളും ആളുകളെയൊക്കെ പ്രതീക്ഷിച്ചോണ്ട് ഒരാള് വരുന്നുണ്ട്. അതൊന്നും ഇല്ലെന്നറിയുമ്പോ ഇനി ആ പ്രകടനം കൂടെ കാണേണ്ടി വരും. വിനയേട്ടന്റെ കാര്യം ചിരു ചേച്ചി പറയുന്നത്. നൂല് കെട്ടുന്ന ചടങ്ങ് ആഘോഷമായി നടത്തണമെന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടത് വിനയേട്ടനല്ലേ? അതിന് അച്ഛൻ ക്ഷണിച്ച എല്ലാവർക്കും എത്താൻ പറ്റാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ല പിന്നെ, കുഞ്ഞിന്റെ നൂലുകെട്ടല്ലേ, കല്യാണമൊന്നും അല്ലല്ലോ ആഘോഷമായി നടത്താൻ. അവനിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. ചേരു, മോന്റെ നൂലേട്ട് ചടങ്ങ് അന്തസ്സായി നടന്നോളും. അതിനുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നിനക്കതിന്റെ ടെൻഷനൊന്നും വേണ്ട. പിന്നെ അവരുടെ കുടുംബത്തിൽ നിന്ന് ബന്ധുക്കളായിട്ട് വരാൻ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതിനുള്ള ആഘോഷങ്ങളൊക്കെ കാണുമെന്ന് വിനയനോട് പറയാം. ഞാൻ മക്കൾക്ക് പാലൊന്ന് കൊടുത്തിട്ട് വരാം. അവരെ ഒന്ന് വിളിച്ചു നോക്കണോ രഘു? ജോത്സ്യര് പറഞ്ഞ പ്രകാരം നൂലുകെട്ടിനുള്ള മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. പുറപ്പെട്ടെന്ന് പറഞ്ഞ സമയം വെച്ച് എപ്പോഴാ എത്തേണ്ടതാ? മുഹൂർത്തത്തിന്റെ ടൈം അവരോട് പറഞ്ഞിരുന്നതല്ലേ? 10:30 സമയമുണ്ട്. അവരെ വെറുതെ വിളിച്ച് ടെൻഷനാക്കണ്ട. അവൻ തന്നെ ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്, വിനയനെ. എന്തായാലും ചീരും കുഞ്ഞും ഒരുങ്ങി നിന്നോട്ടെ. ബാക്കി കാര്യങ്ങൾ ഒരുക്കി വെക്കാം. അവരെത്തിയാൽ ഉടനെ നമുക്ക് ചടങ്ങ് നടത്തിയാൽ മതിയല്ലോ. രഘു, നീ വാ, നമുക്കവിടെ എന്തൊക്കെയാ ചെയ്യാനുള്ളതെന്ന് നോക്കാം. ചീരുവിനോട് റെഡി ആവാൻ പറയാം. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇന്ദ്ര. നീ അനുവിനോട് പറഞ്ഞാൽ മതി, അവൾ ചെയ്തോളൂ. ഞാനേ വന്നത് മുതൽ ശ്രദ്ധിക്കുക. നീ എന്താണ് രഘു വീടിന് അകത്തോട്ട് കയറാതെ പുറത്ത് തന്നെ നിൽക്കുന്നേ? ഒന്നുമില്ലെങ്കിലേ, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ ഞാനിവിടെ നിന്നേ ഉള്ളൂ. വിനയനല്ലേ അത് എത്തിയല്ലോ. നമസ്കാരം എല്ലാവർക്കും. വഴിയിൽ മൊത്തം ബ്ലോക്കാ, മുടിഞ്ഞ ട്രാഫിക്കും. അതാ കുറച്ച് താമസിച്ചത് എത്താൻ. നമസ്കാരം മാഷേ. നമസ്കാരം. വാ 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 വാ. അച്ഛാ, ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്, ഒരു ഗസ്റ്റ്, ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. വാ. ഇതുപോലെ ഒരു ചടങ്ങിന്
ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് വരുന്നത് ലക്ഷണക്കടല അച്ഛാ. അതുകൊണ്ടാ ഒരു ഗൗരവ അന്തസ്സും ഒക്കെ ഇരിക്കട്ടെ എന്ന് കരുതി സുശീലാൻ്റിയെ കൂടി വിളിച്ചത്. ആൻറ്റി ആകുമ്പോൾ നമുക്കാർക്കും അന്യൊന്നും അല്ലല്ലോ. വാ. അതെ നിന്നേ. നീ എന്താ കളിക്കണോ വിനയ? എല്ലാം അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ നാണം കെടുത്താൻ നോക്കണോ നീ? ഇതിലെന്ത് നാണക്കേടാ ഇബ്രാ? ഇത് എന്റെ അമ്മയല്ലേ? അമ്മ ഇവിടെ ആരും ക്ഷണിച്ചിട്ടില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? അത് ശരി. എന്റെ മകന്റെ നൂലുകെട്ട് ചടങ്ങിന് ആരെയൊക്കെ കൊണ്ടുവരണമെന്ന് ഞാനല്ല ഇന്ദ്ര തീരുമാനിക്കുന്നത്. അത് എന്റെ കുടുംബത്തിന്റെ ഇഷ്ടാ. ഞങ്ങൾ ക്ഷണിച്ചു, ഞങ്ങളുടെ ആളായിട്ട് സുശീലാനി വരികയും ചെയ്തു. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? ഞാൻ ദാസങ്ങളോട് വരെ ചോദിച്ചതാ, ദാസങ്ങളുടെ ഞങ്ങളുടെ കൂടെ വരാൻ പറ്റുമെന്ന്. അങ്കിള് വന്നില്ല. അപ്പോഴാ എനിക്ക് ആന്റിയുടെ കാര്യം ഓർമ്മ വന്നത്. ആരൊഴിവാക്കിയാലും സുശീലയ്ക്ക് എത്താൻ യോഗം ഉള്ളിടത്ത് സുശീല എത്തിയിരിക്കും മാഷെ. വിനയന്റെ ബന്ധുവായി ഞാൻ പങ്കെടുക്കരുതെന്ന് മാഷു പറഞ്ഞാ ഞാൻ തിരിച്ചു പോയിക്കോളാം. അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല ആന്റി. മോന്റെ ചടങ്ങ് നടക്കണ്ടേ? ഞാൻ എന്റെ കൊച്ചുമകന്റെ ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഇല്ലെങ്കിൽ പോലും നടന്നിരിക്കും വിനയ. പക്ഷെ വീട്ടിൽ വന്നു കയറുന്ന അതിഥി അത് ശത്രു ആണെങ്കിൽ പോലും ഇറക്കി വിടുന്ന പാരമ്പര്യം ആനന്ദമാഷിനില്ല. എല്ലാരും കേറി വാ. വാ ആന്റി. ഇന്ദ്ര ഒന്ന് മാറിക്കോ, ഇതെന്നെ സർവേക്കല്ലോ. വാ. അമ്പിളി ചേച്ചി, മോനൊക്കെ റെഡിയല്ലേ?